യോഗക്ഷേമം എന്ന പദം ഞാൻ കുട്ടിക്കാലത്ത് തൊട്ട് കേട്ടു തുടങ്ങിയതാണ്. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സമുദായ സംഘടനയെ പറ്റി കേൾക്കുന്നതിന് മുൻപ് നന്നേ കുട്ടിക്കാലത്ത് തന്നെ ആ ശ്ലോകം, ആ പദം പരിചയപ്പെട്ടിട്ടുണ്ട്. അനന്യാസ്തിണ്ടയന്തോ മാം യേ ജനാ പരിപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്ന ഭഗവത്ഗീതയിലെ ശ്ലോകം അന്നേ കുട്ടിക്കാലത്ത് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അക്കാലത്ത് ഇങ്ങനെ സമുദായ സംഘടനയെ പറ്റി അറിയില്ല എന്ന് വെച്ചാലും അന്ന് കേട്ടിട്ടുണ്ട്. പിന്നീട് ഇങ്ങനെയാണ് നമ്പൂതിരിമാരുടെ സമുദായ സംഘടനയുടെ പേര് എന്ന് കേട്ടപ്പോൾ അന്ന് ഞാൻ ഊഹിച്ചു അത് ഒരുപക്ഷെ ഈ ശ്ലോകത്തിൽ നിന്നായിരിക്കാമെന്ന്. ആ ഊഹം തന്നെയാണ് ഇപ്പോഴും എനിക്കുള്ളൂ. അത് തന്നെയാണോ എന്നുള്ളത് എനിക്ക് നിശ്ചയമില്ല. അത്രയും ഉദാത്തമായിട്ടുള്ള ആ ഒരു ആശയം അത് പലതരത്തിലും സാംസ്കാരികമായിട്ടും സമുദായത്തിനോട് ബന്ധപ്പെട്ടും സാമൂഹികമായിട്ടും ഒക്കെ നിർവർത്തിക്കാവുന്ന ധർമ്മമാണ്. വാസ്തവത്തിൽ ഞാനത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ ഉപയോഗിക്കാറുണ്ട്. LICയുടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തോന്നുന്നു. LICയുടെ ലോഗോൻ്റെ അടിയിൽ അതിൽ ഒരു തിരി കെടാതെ സൂക്ഷിക്കുന്നതാണ് അതിൻ്റെ ഒരു ചിത്രം. അതിൻ്റെ അടിയിലാണ് യോഗക്ഷേമം വഹാമ്യഹം എന്നുള്ളത്. ഈ തീൻ്റെ സ്ഥിരത, അതിൻ്റെ ഊർജം, അതിനെയൊക്കെ പറ്റി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എഞ്ചിനീയറിങ്ങിൽ പഠിപ്പിക്കേണ്ടി വരുമ്പോൾ ആ സ്ഥിരതയെ പറ്റി പറയുമ്പോൾ ഞാൻ LICയുടെ ലോഗോ, അതിൻ്റെ ചിത്രം കാണിക്കാറുണ്ട്. ഇതാണ് വാസ്തവത്തിൽ അടിസ്ഥാനപരമായിട്ട് ഒരു നാളത്തിൻ്റെ, തീനാളത്തിൻ്റെ സ്ഥിരത എന്ന് പറഞ്ഞുകൊണ്ട്. എൻ്റെ അടിയിലെ ശ്ലോകവും സൂചിപ്പിക്കാറുണ്ട്. അത് കുട്ടികൾക്കൊന്നും പരിചയമില്ല, അതുകൊണ്ട് ദോഷവുമില്ല. അതായത് ആ സാമൂഹികവും സാമുദായികവുമായിട്ടുള്ള ആ ഒരു ധർമ്മം നിർവഹിക്കാൻ ശ്രമിക്കുന്ന സംഘടന എന്നുള്ള എനിക്ക് വളരെയധികം ബഹുമാനമുണ്ട്. ഇവിടെ അക്ഷരശ്ലോകത്തെ പറ്റി എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഞാനൊരു ശ്ലോക പണ്ഡിതനൊന്നുമല്ല എങ്കിലും വളരെ ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ്. അതിനെപ്പറ്റി സംസാരിക്കാനും പ്രത്യേകിച്ചും അതിലെ പൂർവ്വസൂരികളെ അനുസ്മരിക്കാനുള്ള ഒരു അവസരവുമായതിൽ വളരെ സന്തോഷമുണ്ട്. ശശിയേട്ടൻ ആ വിഷയത്തെപ്പറ്റി പറഞ്ഞപ്പോൾ പൂർവ്വസൂരികൾ അത് ഇപ്പോൾ ഇവിടുത്തെ ഇന്നത്തെ ആ വിഷയത്തിനോട് ബന്ധപ്പെട്ട് തൃശ്ശൂർ മേഖലയിൽ നമ്പൂതിരി സമുദായത്തിൽ അക്ഷരശ്ലോക രംഗത്തേക്ക് സംഭാവന ചെയ്ത പൂർവ്വസൂരികൾ ഇപ്പോൾ ഉള്ളവരല്ല. അപ്പോൾ ദേശവും കാലവും പറഞ്ഞിട്ടുണ്ട്. ദേശകാലാവധിഭ്യാം നിർമുക്തമല്ല, ദേശകാലാവധികൾക്കുള്ളിൽ നിന്നാണ് പറയേണ്ടത്. തൃശ്ശൂർ കഴിഞ്ഞുപോയവർ ഇപ്പോൾ ഉള്ളവരല്ല എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അങ്ങനെ അതിനെപ്പറ്റി ഒന്ന് പറയാൻ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇവിടെ ശ്രമിക്കുന്നത്. പൂർവ്വസൂരികൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പറയുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ പേരെ പറയാതിരിക്കും ഇവിടെ എന്നുള്ളത്. അങ്ങനെയാണെങ്കിലും ആ പ്രയത്നങ്ങളെ, ആ സംഭാവനകളെ പ്രതിനിധാനം ചെയ്യുന്ന വിധത്തിൽ കുറച്ച് പേരുകൾ, ആദരണീയരായ കുറച്ച് പേരുകൾ അനുസ്മരിക്കുക എന്ന് മാത്രമാണ് ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. അക്ഷരശ്ലോകം ഒരു കല എന്നുള്ള നിലയ്ക്ക്, അത് കലയാണോ എന്നുള്ളതിനെ പറ്റി പല തർക്കങ്ങളും നടക്കുന്നുണ്ട്. അല്ല എന്ന് വാദിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാതിരിക്കട്ടെ. ഒരു കവിത വായിച്ചാൽ, ശ്ലോകം വായിച്ചാൽ കിട്ടുന്നതിനേക്കാൾ അനുഭവം സഹൃദയനായിട്ടുള്ള ഒരാൾക്ക് അത് ഭംഗിയായി ചൊല്ലിക്കേൾക്കുമ്പോൾ കിട്ടുന്നുണ്ട് എങ്കിൽ അത് നിശ്ചയമായും ഒരു കല തന്നെയാണ്. ആ അവതരണത്തിന്, കവിതയുടെ ആ തരത്തിലുള്ള അവതരണത്തിന് തന്നെയാണ് നമ്മൾ അക്ഷരശ്ലോക കല എന്നുള്ള നിലയ്ക്ക് വ്യവഹരിക്കുന്നത്. അപ്പോൾ ആ കല എന്നുള്ളതിനെ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ പൂർവ്വസൂരികളുടെ പ്രവർത്തനത്തെ അനുസ്മരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ആദ്യം തന്നെ പറയട്ടെ. ആ കലയുടെ പ്രാധാന്യത്തെ പറ്റി ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനനുബന്ധമായിട്ട് 1-2 കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയേണ്ടതുള്ളൂ. ഓർമ്മശക്തി, ഏകാഗ്രത, അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. വളരെ വ്യക്തമായിട്ടുള്ള ഗുണങ്ങളാണ് ആ ശ്ലോകാനുശീലനത്തിൻ്റെ, അക്ഷരശ്ലോകം എന്ന് വെക്കേണ്ട ശ്ലോകാനുശീലനത്തിൻ്റെ തന്നെ. അതിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ചില സാഹിത്യധർമ്മങ്ങളും സാംസ്കാരിക ധർമ്മങ്ങൾ കൂടിയുണ്ട്. കവിത വായിക്കുക എന്നുള്ളതിലുപരി കവിത ഒരു അക്ഷരശ്ലോകത്തിൻ്റെ മാർഗത്തിൽ അല്ലെങ്കിൽ ശ്ലോകാനുശീലനത്തിൻ്റെ മാർഗത്തിൽ അത് ഹൃദിസ്ഥമാക്കുക മാത്രമല്ല തന്നോടൊപ്പം കൊണ്ടു നടക്കുക എന്നുള്ളത് വാസ്തവത്തിൽ ആ സാഹിത്യത്തിനെ തന്നെ,
ആ സാഹിത്യം ഉൾക്കൊള്ളുന്ന മൂല്യങ്ങളെ, ആദർശങ്ങളെ, ആശയങ്ങളെ ഒക്കെ തന്നെ സ്വാംശീകരിക്കുന്നതിന് തുല്യമായിട്ടുള്ളതാണ്. അപ്പോൾ അതുമാത്രമല്ല, അങ്ങനെയുള്ള ഒരു അനുശീലന സംസ്കാരം കൊണ്ട്, അനുശീലനം കൊണ്ട് സാഹിത്യത്തിലേക്ക് നമ്മൾ ജീവിതയാത്രയിൽ എല്ലാ കാലത്തും അടുത്തുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ഒരു സോപാനമാർഗമായിട്ട് സാഹിത്യത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കാനുള്ള, ഒരിക്കലും എത്തിച്ചേരാത്തതാണെന്ന് വിചാരിക്കാം, എങ്കിലും ആ പടികളിൽ കയറിക്കൊണ്ടിരിക്കാൻ വേണ്ടിയുള്ള സോപാനമാർഗമായിട്ട് കൂടി ഈ ശ്ലോകങ്ങളെ ഹൃദിസ്ഥമാക്കുന്ന, ഹൃദിസ്ഥമാക്കുക എന്നുള്ളത് നമുക്കറിയാലോ. ശ്ലോകം വായിക്കുന്നത് കൊണ്ട് അക്ഷരശ്ലോകക്കാരനാവില്ല എന്നുള്ളതറിയാം. ആ ഹൃദിസ്ഥമാക്കുന്ന ആ സമ്പ്രദായം കൊണ്ട് അനുശീലനം, ചൊല്ലൽ, ആലാപനം മറ്റൊരു തലം. അതുകൊണ്ട് തന്നെ സാഹിത്യത്തിലേക്ക്, സംസ്കാരത്തിലേക്ക്, മനസ്സിന്റെ സംസ്കാര വിശുദ്ധിയിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കും എന്നുള്ളത് ആ അക്ഷരശ്ലോകത്തിന്റെ ഒരു പ്രധാന ധർമ്മമാണ്, അതുകൊണ്ടുള്ള ഒരു പ്രധാന ഗുണമാണ് എന്നുകൂടി വിശ്വസിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഭാഷാപരമായിട്ട്, ഭാഷയിൽ സാഹിത്യവുമായിട്ട് ഇത്രയും ബന്ധപ്പെട്ട, സാഹിത്യം തന്നെ ജീവനായിട്ടുള്ള മറ്റൊരു കല ഉണ്ടോ എന്ന് സംശയമുണ്ട്. അല്ലെങ്കിലും ഇത്രയും സാഹിത്യം മാത്രം ജീവനും ശരീരവുമായിട്ടുള്ള ഒരു കലയാണത്. രാജാനന്ദ സാർ ആ രൂപത്തിൻ്റെയും ഉള്ളടക്കത്തിൻ്റെയും കാര്യം പറഞ്ഞു. നല്ല ശ്ലോകങ്ങൾക്ക് രൂപവും ഉള്ളടക്കവും ഒരുപോലെ നന്നായിരിക്കണം. ആ നിബന്ധന നന്ന് തന്നെയായിരിക്കണം. ഉള്ളടക്കം നന്നായിരിക്കണം. നന്ന് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ സംസ്കാരത്തെ, സമൂഹത്തിന്റെ പുരോഗതിയെ സഹായിക്കുന്ന വിധത്തിൽ മാനുഷികമായ ആദർശങ്ങളെയും തത്വങ്ങളെയും ഉൾക്കൊള്ളുന്നതും ഉദ്ബോധനം ചെയ്യുന്നതുമായിരിക്കണം അതിൻ്റെ കണ്ടന്റ്, അതിൻ്റെ ഉള്ളടക്കം. അതുകൊണ്ട് മാത്രം ശ്ലോകമാവില്ല. ഇവിടെ പറഞ്ഞതുപോലെ അതിൻ്റെ രൂപവും നന്നായിരിക്കണം. അപ്പോൾ രൂപവും ഉള്ളടക്കവും ഒരുപോലെ നിഷ്കർഷിച്ചുകൊണ്ട് എഴുതുന്ന കവിതകൾക്ക് മാത്രമേ ആ അക്ഷരശ്ലോകത്തിൻ്റെ തലത്തിൽ ഉദാത്തത എന്നുള്ള ഗുണം കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ സാഹിത്യത്തെ ജീവനായി സ്വന്തം ജീവനായിട്ട് ഈ കല നിർത്തുമ്പോൾ തന്നെ ആ കല സാഹിത്യത്തിനുള്ള പരിപോഷണം കൂടിയാവുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പരസ്പര പോഷകത്വം സാഹിത്യത്തിനോട് ഈ അക്ഷരശ്ലോക കലയ്ക്കുണ്ട്. അപ്പോൾ മനസ്സിന്റെ ശുദ്ധീകരണം, സാഹിത്യ സോപാനത്വം, സാഹിത്യത്തിന്റെ സംപോഷണം, ഇതൊക്കെ അക്ഷരശ്ലോകത്തിന്റെ ധർമ്മങ്ങളിൽ പെടുന്നു. അതിൻ്റെ ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടത് ഉച്ചാരണത്തിൽ, അക്ഷരങ്ങളുടെ, പദങ്ങളുടെ, വാക്കുകളുടെ ഉച്ചാരണത്തിൽ പുലർത്തപ്പെടേണ്ട തെളിമ. ഉച്ചാരണശുദ്ധി എന്നുള്ള വാക്ക് ഞാൻ തൽക്കാലം മാറ്റിവെക്കുന്നു. ഉച്ചാരണ തെളിമ എന്ന് പറയട്ടെ. നമ്മുടെ അക്ഷരമാല സംസ്കൃതത്തിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ തമിഴിലെ അക്ഷരമാലയിലെ അക്ഷരങ്ങളെക്കാൾ നമ്മൾക്ക്, മലയാളികൾക്ക് അക്ഷരങ്ങളോട് കുറച്ചുകൂടി കൂടുതൽ ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട്. സംസ്കൃതത്തിലെ ഉച്ചാരണ ശൈലി വൈദികം എന്നും ലൗകികം എന്നും രണ്ടുണ്ട്. ഇതിൽ ചില കാര്യങ്ങളിൽ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, ചിലതിൽ ഐകരൂപ്യവുമുണ്ട്. ശ്ലോക സമ്പ്രദായത്തിൽ പുലർത്തപ്പെടേണ്ടത് ലൗകികമായ രീതി തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷെ ആ ലൗകികമായ രീതിയിൽ തന്നെ ഓരോ അക്ഷരത്തിനും പരിനിഷ്ഠിതമായിട്ടുള്ള ഒരു ഉച്ചാരണ രൂപമുണ്ട്. അത് ആ അക്ഷരത്തിൻ്റെ ജീവൻ തന്നെയാണ്. അപ്പോൾ അത് പുലർത്തുക എന്നുള്ളത് ശ്ലോകം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ആലാപനം ചെയ്യുന്നവരും അവതരിപ്പിക്കുന്നവരും ആസ്വദിക്കുന്നവരും വിധികർത്താക്കളും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുകൂടി അഭിപ്രായം പറയട്ടെ. അത് ഘോഷാക്ഷരങ്ങളായി മൃദുവായിട്ടുള്ള അക്ഷരങ്ങൾ ഗ, ജ, ഡ, ദ, ബ ഒക്കെ അതാതായി തന്നെ. ഗ എന്ന് പറയുമ്പോൾ കായുടെ സ്പർശം ഉണ്ടാവരുത്. ദ എന്ന് പറയുമ്പോൾ തായുടെ സ്പർശം ഉണ്ടാവരുത്. അതുപോലെ അപ്പോൾ അതിനെയാണ് തെളിമ. ശുദ്ധി എന്നുള്ള വാക്ക് ഞാൻ നീട്ടും മാറ്റി വയ്ക്കുന്നു. തെളിമ. ആ അക്ഷരങ്ങൾ അതാതായിട്ട് തന്നെ നിൽക്കണമെങ്കിൽ ആ ഉച്ചാരണത്തിൽ ആ ശുദ്ധി പുലർത്തണം. ആ ശുദ്ധി പുലർത്താൻ ഇന്ന് ഭാഗ്യക്കേട് എന്ന് തന്നെ പറയട്ടെ, മറ്റൊരു രംഗത്തിലും അത് ശ്രദ്ധിക്കപ്പെടുന്നില്ല. വാർത്താ മാധ്യമങ്ങളിലാണെങ്കിലും മറ്റൊരു തരത്തിലുള്ള സംഘങ്ങൾ പോലെയുള്ള കലകളിലാണെങ്കിലും ഭാഷാപാണ്ഡിത്യം വേണ്ട ചില കലകൾ, ക്ഷേത്രങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില കലകളുടെ കാര്യങ്ങളിൽ പോലും ആചാര്യന്മാർ പോലും അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള, ഞാൻ പറയുകയാണെങ്കിൽ ഭാഷയ്ക്ക് വിനാശകരമായിട്ടുള്ള ഒരു പ്രവണത തന്നെയാണ്. അതങ്ങനെ ആയിരിക്കരുത്. ആ ശുദ്ധി, തെളിമ,
പുലർത്തിക്കൊണ്ട് തന്നെ വേണം. അത് മലയാളത്തിന് മാത്രമായിട്ടുള്ള ഒരു ബാധ്യതയൊന്നുമല്ല, എല്ലാ ഭാഷകളിലും ഉണ്ട്. ഉച്ചാരണത്തിലുള്ള തെളിമ, ശുദ്ധി പുലർത്താനുള്ള നിഷ്ഠ എല്ലാ ഭാഷകളിലും അതാതിൻ്റെതായ രീതിയിൽ, ഭാരതത്തിൽ മാത്രമല്ല പുറത്തും വൈദേശിക ഭാഷകളിലും ഇംഗ്ലീഷ് അടക്കമുള്ള ഭാഷകളിൽ വളരെയധികം നിഷ്ഠയും ശ്രദ്ധയും പ്രയത്നവും ഗവേഷണവും ഒക്കെ ചെയ്തുകൊണ്ട് പുലർത്തപ്പെടുന്നതാണ് ഉച്ചാരണത്തിൽ വേണ്ട ശുദ്ധി. അത് നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുത്തുന്നത് ആ ഭാഷയുടെ അക്ഷരങ്ങളുടെ ജീവനെ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് രാജൻ സാർ ഇവിടെ വൃത്തം ശ്രദ്ധിക്കേണ്ടതാണ്. ഗുരുലഘു വ്യവസ്ഥകൾ ഛന്ദസ്സിൽ തെറ്റിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒരു ശാർദൂല വിക്രീഡിത പാദത്തിൽ എത്ര കണ്ടും നിർബന്ധമായി ഗുരുലഘുക്രമം ദീക്ഷിക്കണമോ അതുപോലെ തന്നെ നിർബന്ധമായി ക ഖ ഗ ഘ തുടങ്ങിയ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ അത് നിരീക്ഷിക്കപ്പെടണം. ലൗകികമായ രീതിയിൽ, വൈദികമായ ഉച്ചാരണം അല്ല ഞാനിവിടെ പറയുന്നത്. അത് പഠിപ്പിക്കുന്നവർ പോലും പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല. എങ്കിലും ചിലരെങ്കിലും അത് ശ്രദ്ധിക്കുന്നുണ്ട്. ചില പേര് പറയുന്നില്ല, ഞാൻ രാജൻ സാറും പേര് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാനും പേര് പറയുന്നില്ല. ചില കളരികളെങ്കിലും അത് വേണ്ട വിധത്തിൽ അത് നിഷ്കർഷിച്ച് തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പഠിപ്പിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് ഞാൻ പലപ്പോഴും നേരിട്ട് കണ്ടിട്ടുണ്ട്. കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് വരുന്നതല്ല. പക്ഷെ അത് അനുശീലനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്നെൻ്റെ വിശ്വാസമല്ല, അത് പ്രത്യക്ഷമാണ്. കുട്ടികൾ വളരെ സ്വാഭാവികമായി നൈസർഗികമായി ഗജഡദബ എന്നുള്ളത് പറയും. അത് ആ നിഷ്ഠയില്ലാതെ പഠിപ്പിക്കപ്പെടുന്നതിൽ ആ ദോഷം, വീണ്ടും പറയട്ടെ, ദുർഭാഗ്യം എന്ന് തന്നെ പറയട്ടെ, ആ ദോഷം കാണുകയും ചെയ്യാം. കച്ചടത്തവകളുടെ ബന്ധം അല്ലെങ്കിൽ പ്രതിഫലനം ഗജഡദബകളിൽ കാണാം. അത് ഇല്ലാതിരിക്കുക എന്ന് തന്നെയാണ് ഭാഷയ്ക്ക് നല്ലത്. അങ്ങനെ ചെയ്യുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമാണ് ഈ കാലത്ത് എന്നുള്ളത് കൂടി പറയട്ടെ. എൻ്റെ പ്രധാന ചുമതല പൂർവ്വസൂര്യയിലെ അനുസ്മരിക്കലാണ്. ഈ പറഞ്ഞതിൽ നിന്ന് ഞാനൊരു 4 വിഭാഗത്തിലായിട്ടാണ് ഈ പ്രദേശത്ത്, ഈ സമുദായത്തിൽപ്പെട്ട പൂർവ്വ ആചാര്യന്മാരുടെ സംഭാവനകളെ, ആചാര്യകളുടെയും സംഭാവനകളെ അനുസ്മരിക്കാൻ ശ്രമിക്കുന്നത്. 4 അക്ഷരശവുമായി ബന്ധപ്പെട്ട 4 വിഭാഗങ്ങളിൽ. 4 വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഏറ്റവും പ്രത്യക്ഷമായിട്ട് കല എന്നുള്ള നിലയ്ക്ക്, ഞാൻ കല എന്നുള്ള നിലയ്ക്കാണ് പറയുന്നതെന്ന് ആദ്യം പറഞ്ഞു. കല എന്നുള്ള നിലയ്ക്ക് നമ്മളിലേക്ക് എങ്ങനെ അത് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള അതിൻ്റെ രൂപം. അത് ആലാപനത്തിൽ കൂടിയാണ്. ശ്ലോകം കേൾക്കുമ്പോൾ ഉള്ള ഒരു സുഖം, അതാണ് ആ കലയുടെ അവതരണം. ഈ അവതരണം വേണമെങ്കിൽ അപ്പോൾ അതാണ് ഒന്ന്. ഞാൻ പറയുന്ന 4 ഘടകങ്ങളിൽ അല്ലെങ്കിൽ ഈ സംഭാവനകളെ ക്രമീകരിക്കാൻ ശ്രമിക്കുന്ന 4 ഘടകങ്ങളിൽ ആദ്യത്തേത് അവതരണം ആണ്. രണ്ടാമത്തേത്, ഇങ്ങനെ അവതരിപ്പിക്കണമെങ്കിൽ വേദികളുണ്ടാവണം. അക്ഷരശ്ലോകം ഒരു പ്രാചീന കലയാണോ എന്നൊന്നും എനിക്ക് തോന്നണില്ല, അറിയില്ല. നമുക്കങ്ങനെ ഒരു ലിഖിതമായിട്ടുള്ള ചരിത്രം, പുരാതന ചരിത്രം ഉണ്ടോ എന്നറിയില്ല. കുറേ തലമുറകളായിട്ട് നിലനിൽക്കുന്നതാണെന്ന് നമുക്ക് നിശ്ചയമായിട്ടും അറിയാം. അത് മാത്രമല്ല, പഴയ കാലങ്ങളിൽ അത് ഗൃഹസദസ്സുകളിലും സൗഹൃദ സദസ്സുകളിലും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ഉരുത്തിരിഞ്ഞു വന്ന ഒരു കല എന്ന് തന്നെ വിചാരിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു, ഞാൻ കണ്ടെടുത്തോളെങ്കിലും അതിൻ്റെ ചരിത്രത്തെ പറ്റി മനസ്സിലാക്കിയതിൽ നിന്ന്. അപ്പോൾ ആ കാലങ്ങളിൽ കഴിയുന്നത് അധികവും അക്ഷരശ്ലോകം ചൊല്ലാൻ കിട്ടുന്നത് യാദൃച്ഛികമായിട്ട് കിട്ടുന്ന സൗഹൃദ സദസ്സുകളോ അതോ അങ്ങനെയുള്ള കുടുംബ സദസ്സുകളോ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ അത് പോരാ. തികച്ചും അനൗപചാരികമായ സദസ്സുകൾ ഇപ്പോഴും നടക്കുന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് അക്ഷരശ്ലോകത്തിന് ഒരു ഊർജം വേണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ പുതിയ നവീന സമൂഹക്രമത്തിൽ കൂടുതൽ ഔപചാരികമായിട്ടുള്ള വേദികൾ വേണം. ആ വേദികൾ വേണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ സംഘാടനം വേണം. അതാണ് ഞാൻ രണ്ടാമത് സ്പർശിക്കാൻ ശ്രമിക്കുന്ന തലം, സംഘാടനം, ആലാപനം, സംഘാടനം. ഇനി വേദികളും സംഘാടനവും ഉണ്ടെങ്കിൽ തന്നെ മുൻപ് പറഞ്ഞ പോലെ ഭംഗിയായിട്ട് അത് അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ പുതിയ കാലത്ത്, പഴയ കാലത്താണെങ്കിൽ കുറേയൊക്കെ മുതിർന്നവർ കേട്ട് ചൊല്ലിയിട്ട് കുടുംബത്തിൽ മുതിർന്നവരെ
ചൊല്ലി അല്ലെങ്കിൽ അവരിൽ നിന്ന് അനുശീലനം കിട്ടിയിട്ട് അങ്ങനെ തലമുറകളായിട്ടൊരു ക്രമത്തിൽ അഭ്യസിക്കുക എന്നുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു രീതി. പക്ഷേ ഇന്നത്തെ ക്രമത്തിൽ അത് പോരാ. അങ്ങനെയാണെങ്കിൽ കിട്ടാവുന്ന അറിവ് വളരെ പരിമിതമായിരിക്കും. അതുകൊണ്ട് അത് കൂടുതൽ പരിശീലനം അതിനാവശ്യമാണ് എന്നുള്ളത് കൊണ്ട് കളരി സമ്പ്രദായത്തിലുള്ള കുട്ടികളെ കൂടുതൽ പരിശീലനവും സിദ്ധിച്ചിട്ടുള്ളവർ പുതിയ കുട്ടികളെ അത് പരിശീലിപ്പിക്കുക എന്നുള്ളത് കുറേയൊക്കെ ഔപചാരികമായി തന്നെ കുടുംബങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ എല്ലാവർക്കും അഭിഗമ്യമായ വിധത്തിൽ വേണ്ടവർക്കൊക്കെ കിട്ടാമെന്നുള്ള വിധത്തിൽ മറ്റ് നൂലാമാലകളൊന്നും ഇല്ലാതെ തന്നെ പഠിപ്പിക്കാനുള്ള അവസരം വേണം. അത് ഞാൻ ആ മൂന്നാമത്തെ ഘടകത്തിനെ ഞാൻ കളരി എന്ന് പറയുന്നു. അപ്പോൾ അഭ്യസനം, പരിശീലനം, അപ്പോൾ ആലാപനം, സംഘാടനം, അഭ്യസനം. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിലും നല്ല ശ്ലോകങ്ങളില്ലെങ്കിൽ, നല്ല എന്ന് തന്നെ പറയട്ടെ, ആ നന്മയെ നിർവചിക്കാൻ ശ്രമിക്കുന്നില്ല, നല്ല ശ്ലോകങ്ങളില്ലെങ്കിൽ ഈ പറഞ്ഞതൊക്കെ വ്യർത്ഥമാണ്. സാഹിത്യമാണ് അതിൻ്റെ ദീപം, കവിത്വമാണ് അതിൻ്റെ കാതൽ, ആശയ സംവേദനം, ആശയം ഉൾക്കൊള്ളുന്നതിലുള്ള കഴിവ്, തെളിമൊക്കെ തന്നെയാണ് അതിനെ ഇനിയും കാലാകാലം നിലനിർത്തുമെങ്കിൽ അതിനൊക്കെ ശക്തിയായിട്ട് അതിനുള്ള ഉൾപ്രേരകമായ ശക്തിയായിട്ട് പ്രവർത്തിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് രചനകൾ വേണം. അപ്പോൾ ആ ശ്ലോകരചനകൾ, ശ്ലോകങ്ങൾ ആയി തന്നെ രചിക്കപ്പെടുന്ന കവിതകൾ വേണം അക്ഷരശ്ലോകം എന്നുള്ള കല നിലനിൽക്കാൻ. അപ്പോൾ ഈ 4 ഭാഗങ്ങളിലായിട്ട്, ഈ 4 വർഗങ്ങളിലായിട്ട് ഈ സമുദായത്തിൽ നിന്ന് പൂർവ്വസൂരികൾ ഈ തൃശ്ശൂർ ജില്ല എന്ന് നമ്മൾ ഇന്ന് വ്യവഹരിക്കുന്ന ഈ ഭൂപ്രദേശത്ത് നിന്ന് ചെയ്തിരിക്കുന്ന സംഭാവനകളെ കുറച്ചൊന്ന് അനുസ്മരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വിട്ടുപോകുന്ന പേരുകളായിരിക്കും ധാരാളം, എങ്കിലും പ്രതിനിധാനം അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ എന്നർത്ഥം. അത് നമ്പൂതിരി സമുദായം ഒരു സംശയവുമില്ലാതെ പറയാം, ഈ ശ്ലോക സാഹിത്യത്തിൽ മറ്റു പലതിൻ്റെയും എന്ന പോലെ ശ്ലോക സാഹിത്യത്തിൻ്റെയും ശ്ലോക സംസ്കാരത്തിൻ്റെയും പതാകാവാഹകരായി തന്നെ തലമുറകളായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സമുദായമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ക്രമത്തിൻ്റെ നേരെ എതിർക്രമത്തിലാണ്. ആദ്യം രചനയെ പറ്റി, പിന്നെ രചനയിൽ ഉണ്ടായ സംഭാവനകളെ പറ്റി, പിന്നെ പരിശീലനത്തിൽ, പിന്നെ സംഘാടനത്തിൽ, അവസാനമായിട്ട് ആലാപനത്തിൽ. ഇതിലൊക്കെ തെളിഞ്ഞു നിന്ന പൂർവ്വസൂരികളെ പറ്റി ഒന്ന് സൂചിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. രചന എന്ന് പറയുമ്പോൾ വസ്തുതയിൽ ഏറ്റവും വിഷമമുള്ള അതാണ്, എവിടുന്ന് തുടങ്ങണമെന്നറിയില്ല. കാലത്തിനെ അതിജീവിക്കുന്നതാണ് ഈ രാജാൻ സാർ ഒരു കവിത ചൊല്ലിക്കൊണ്ട് ഒരു കവി പരിഹസിക്കുന്നതിനെ പറ്റി പറഞ്ഞു. അത് ശരിയാണ്. ആ പരിഹാസം ശ്ലോകസാഹിത്യം അർഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അത് കൊള്ളുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ ആ ശ്ലോകസാഹിത്യത്തിന് തിരിച്ചു പറയാനുള്ളത് ഈ പറഞ്ഞ ഗദ്യകവിത, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അറിയുന്ന ഗദ്യകവിതകൾ, നമ്മൾ രാജൻ സാർ തന്നെ അത് ചൊല്ലിയപ്പോൾ പറഞ്ഞു, ആശയം ഇതാണെന്നേ ഉള്ളൂ, വരി ഇതാണോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അടുത്ത കാലത്ത് ചെയ്തിരിക്കുന്ന കവിതയാണ്. 100 കൊല്ലം കഴിഞ്ഞാലും ആശാന്റെ കവിത ആശാന്റെ കവിതയായിട്ട് തന്നെ നിലനിൽക്കും. അതിന്റെ ആശയവും രൂപവും അങ്ങനെ തന്നെ നിലനിൽക്കും, അത് സംശയമില്ല. അത് 100 കൊല്ലത്തെ കാര്യം. 2000 കൊല്ലം മുമ്പ് എന്ന് പറയുന്നു കാളിദാസന്റെ കവിതകൾ ഇന്നും ചൊല്ലുമ്പോൾ, ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ സംശയമൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് പുസ്തകപാഠം അങ്ങനെ തന്നെയാണ് ചൊല്ലുന്നത്. ഇന്നലെ ഒരിക്കൽ ഭാസ നാടകങ്ങളെ പറ്റി സംസാരിക്കേണ്ടി വന്നു. ഭാസന്റെ ശ്ലോകങ്ങൾ, ഭാസന്റെ കാലം പോലും അറിയില്ല, പലരും കാളിദാസനൊക്കെ മുൻപാണെന്ന് പറയുന്നു. ഏതായാലും ശ്ലോകത്തിൽ സംശയമൊന്നുമില്ല, അത് വരികൾ ഇങ്ങനെയാണോ, അതില്ല, ആശയം ഇതാണ്, വരികൾ ഇത് തന്നെയാണ്, നിശ്ചയമാണ്. ആ കവിത നിലനിൽക്കുകയാണ്. 2000 അതിലെ കൂടുതലോ കൊല്ലങ്ങൾക്ക് ഉപരിയായി നിൽക്കുന്നതിൻ്റെ ഒരു കാരണം ഈ ഛന്ദോബദ്ധത തന്നെയാണ്, ആ വൃത്തപരമായിട്ടുള്ള ഉറപ്പ്. അതുള്ളത് കൊണ്ട് മാത്രം നിലനിൽക്കുന്നത് ഞാൻ പറയുന്നില്ല. കാളിദാസനും ഭാസനും ഇന്ന് ഓർമ്മിക്കപ്പെടുന്നത് അവർ 4 പാദങ്ങളിൽ വൃത്തമൊപ്പിച്ച് കവിത എഴുതി എന്നുള്ളത് കൊണ്ടല്ല, അതിലെന്തുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. പക്ഷെ ആ കവിത അതുപോലെ തന്നെ നിലനിൽക്കുന്നത്, കാലത്തിനെ അതിജീവിച്ചുകൊണ്ട് നിലനിൽക്കുന്നത് ഈ ഒരുപക്ഷെ പരിഹസിച്ച ഈ കവിയുടെ വരികൾ എന്താണെന്ന്, ഇന്നലെ എഴുതിയ കവിതയുടെ വരി ഇന്ന് പോലും നമുക്കറിയാത്ത കാലത്ത് 2000 കൊല്ലം മുൻപ് എഴുതിയ കവിത
നമുക്ക് നിശ്ചയമായിട്ടും ഇന്ന് ചെല്ലാൻ പറ്റുന്നത് ആ വൃത്തം തരുന്ന, ഛന്ദസ് തരുന്ന ആ ഉറപ്പ് കാരണം കാണാം. രചനയെ പറ്റി പറയുമ്പോൾ ഇത്രയും കാലത്തെ അതിജീവിച്ചതാണ് കവിത എന്നുള്ളത് കൊണ്ട്, ശ്ലോക കവിത എന്നുള്ളത് കൊണ്ട് എവിടുന്ന് തൊട്ട് പറയണം എന്നെനിക്കറിയില്ല. എങ്കിലും സാധാരണ ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ, പിന്നെ എൻ്റെ ഭൂമിശാസ്ത്രപരവും ഒക്കെ ആയിട്ടുള്ള പരിജ്ഞാനം, ചരിത്രപരമായിട്ടുള്ള അറിവിൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിലും സാധാരണ ശ്ലോകങ്ങൾ അക്ഷരശ്ലോക സദസ്സുകളിൽ മുടങ്ങാതെ കേൾക്കുന്ന 51 അക്ഷരാളി എന്ന് തുടങ്ങുന്ന ശ്ലോകം, അക്ഷരാളി ലതയെന്ന് തന്നെ നിർത്താവോ, ഇടയ്ക്ക് നിർത്താവോ പാടില്ല. അപ്പോൾ അതിൻ്റെ കർത്താവായിട്ടുള്ള മഴമംഗലം അദ്ദേഹം ഈ ഇപ്പോൾ നമ്മൾ പറയുന്ന ജില്ലയുടെ ഭാഗമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തിരുവനം ഗ്രാമത്തിൽ പെട്ട ആളായിരുന്നു. വലയാധീശ്വരി ഗുരുത്തമ്മയാണ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ കാലം തൊട്ട് എന്നല്ല അതിനു മുൻപുണ്ട്. അപ്പോൾ മഴമംഗലത്തിൻ്റെ കാലം തൊട്ട് തന്നെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ ധാരാളം ഇന്നും ചൊല്ലുന്നുണ്ട്. ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട്, ആ ഒരു മഴമംഗലത്തിൻ്റെ കാലം 16-17 നൈഷധം ചെമ്പുവിലെ, ഭാഷാ നൈഷധം ചെമ്പുവിലെ മംഗളശ്ലോകങ്ങളിലൊന്നാണ് ഇത്. ആ കാലത്തിന് ശേഷവും ധാരാളം രചനകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആ കവിതയിലേക്ക് കുറച്ചുകൂടി വിഷയപരമായിട്ടുള്ള നവീകരണങ്ങളൊക്കെ വന്ന ഒരു കാലഘട്ടമുണ്ട്. കുറേ കൂടി കവിത സംസ്കൃതത്തിലെ പോലെ എന്ന് പറയട്ടെ, സംസ്കൃതം വിഷയ നവീകരണവും വിഷയ വൈവിധ്യം സ്വീകരിക്കലൊക്കെ സംസ്കൃത കവിത പഴയകാലത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നീങ്ങാൻ മലയാള കവിത കുറച്ചുകൂടി കാലം എടുത്തുണ്ടാവും. പക്ഷെ അതൊക്കെ പിന്നെ സ്വാംശീകരിച്ചുകൊണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗം, 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമൊക്കെ ആയിട്ട് വളരെയധികം വളരുകയുണ്ടായി. ആ സമയത്ത് വീണ്ടും ഈ പ്രദേശം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഉറവങ്കരയെ പറ്റി ഇതിനു മുൻപ് തന്നെ പലരും പറഞ്ഞു, ഉറവങ്കര ശ്ലോകം ഇരുന്നെങ്കിലും കേൾക്കാതെ, ഒന്നല്ല കനപ്പെട്ട പലതും കേൾക്കാതെ നമുക്കൊരു ശ്ലോക സദസ്സിൽ നിന്ന് പോരാൻ പറ്റില്ല എന്നുള്ളത് നിശ്ചയമാണ്. കുട്ടികളെ മുഖത്തുർന്നവരും ആവട്ടെ, ധാരാളം ഉറവങ്കര ശ്ലോകങ്ങൾ, അതും ഞാൻ തൊട്ടും പറഞ്ഞു കേട്ടാൽ അർത്ഥം മനസ്സിലാവാൻ സമയമെടുക്കുമെന്ന്. പക്ഷേ ചിന്താമുദ്രങ്ങളാണ്. ആലോചിക്കും തോറും ആ ആശയം എന്താണെന്നുള്ളതും അതെങ്ങനെ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളതും ഓരോ തവണ ആലോചിക്കുമ്പോഴും പുതുതായിട്ടുള്ള ഒരു അനുഭവം നൽകുന്ന കരുത്തുള്ള കവിതകളാണ്. കുറേയൊക്കെ ആ നിലയ്ക്കുള്ള കവിതകൾ പെൺമണി പ്രസ്ഥാനത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ കവികൾ എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തൃശ്ശൂർ ബന്ധം പറയാമെന്ന് എനിക്ക് തോന്നുന്നു. പല രചനകളിലായിട്ട് പ്രസന്നവും കേട്ടാൽ സുഖമുള്ളതും കേൾക്കാൻ സുഖമുള്ളതും കുറേയൊക്കെ ആലോചിക്കാൻ സുഖവുമുള്ള കവിതകൾ നമ്മൾക്കുണ്ടായിട്ടുണ്ട്. അതൊക്കെ അക്ഷരശ്ലോക രംഗത്തെ പരിപോഷിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ആ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം അത് കഴിയുന്നതോടുകൂടി മലയാള കവിത തന്നെ ചില പുതിയ രൂപപരിണാമങ്ങൾ, കാരണം ഈ കാലാവസ്ഥാ വ്യതിയാനം എന്നൊക്കെ പറയുന്നത് പോലെ മലയാള കവിതയിലും സാഹിത്യത്തിലും ഒക്കെ സ്വാഭാവികമായിട്ട് സമൂഹത്തിലെ പരിവർത്തനങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അനുരൂപമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതനുസരിച്ച് ശ്ലോകാന്തരീക്ഷത്തിലും കുറേയൊക്കെ അത് പ്രതിഫലിച്ചിട്ടുണ്ട്. ആ പ്രതിഫലനം നമുക്ക് കുറേയൊക്കെ കാണാവുന്നതാണ് തുടർന്നു വന്ന കവികൾ. 20-ാം നൂറ്റാണ്ടിൻ്റെ ശേഷം എന്ന് പറയുമ്പോൾ, ഈ പ്രദേശം എന്ന് പറയുമ്പോൾ എനിക്ക് KND പ്രേംജിയൊക്കെ എങ്ങനെയായാലും എടുത്തു പറയേണ്ടവരാണ് എന്ന് തന്നെ തോന്നുന്നു. KNDയുടെ കവിതകൾ, അത് ഭക്തിയുണ്ട്, അനുരാഗമുണ്ട്, ആധ്യാത്മികതയുണ്ട്, തത്വചിന്തയുണ്ട്. അതൊക്കെ കൂടാതെ സാമൂഹികമായി താൻ നേരിൽ രാഷ്ട്രത്തിൽ കാണുന്ന, വിദേശങ്ങളിലും കാണുന്ന സാമൂഹിക അവസ്ഥകളോടുള്ള പ്രതിഫലനവുമുണ്ട്. തുള്ളുക തുടങ്ങിയ പ്രകൃതിയുടെ വർണ്ണനകളെ സമൂഹത്തോടും സംസ്കാരത്തോടും യോജിപ്പിക്കുന്നത് പോലെ തന്നെ സാമൂഹിക അവസ്ഥകളെ, രാഷ്ട്രീയ സ്ഥിതികളെ, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധമില്ലായ്മയെ, അതുകൊണ്ടുണ്ടാകുന്ന അശാന്തിയെ അതൊക്കെ ശ്ലോകശാഖയ്ക്കും അഭിഗമ്യമാണ് എന്ന് മനോഹരമായി തൻ്റെ രചനകളിൽ കൂടി ശക്തമായി തെളിയിച്ചിട്ടുള്ള ആളാണ് KND. അദ്ദേഹത്തിൻ്റെ ശ്ലോകങ്ങൾ ധാരാളം നമ്മൾക്ക് ഇപ്പോഴും ശ്ലോക സദസ്സുകളിൽ കേൾക്കാം, ഇനിയും കേൾക്കുമെന്നുള്ളത് നിശ്ചയം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ
KNDയുടെ ഭക്തി ഞാൻ പറയട്ടെ. KNDയുടെ ഭക്തി വൃന്ദാവനത്തിലെ രാധയും വൃന്ദാവനത്തിലെ കൃഷ്ണനും അനുരാഗമാണ്. അതിലെ അതിലെ പ്രത്യക്ഷമായിട്ടുള്ള ഭാവം അനുരാഗം തന്നെയാണ്. അങ്ങനെയാണെങ്കിലും കൃഷ്ണനെയും രാധയെയും അവിടെ വിഷയമാക്കുന്നത് ആ ഉള്ളിലെ ഭക്തി കൊണ്ട് തന്നെയാണ്, കൃഷ്ണഭക്തി കൊണ്ട് തന്നെയാണ്. അത് മാത്രമല്ല വേറെ ഉണ്ട്. പെട്ടെന്ന് ഞാൻ തോന്നുന്നത് പറയുന്നു എന്നുള്ളത് കൊണ്ട് അതല്ലെങ്കിൽ അനുരാഗത്തിനൊക്കെ രാധഭാഗവതത്തിലില്ല. ഭാഗവത്തിൽ നിന്നുള്ള രംഗങ്ങളൊന്നും വേണ്ടല്ലോ അനുരാഗം വർണ്ണിക്കാൻ വേണ്ടിയിട്ട്, അത് നിശ്ചയമാണ്. ദുർഗാദത്ത കവിത എന്നുള്ള പേര് കൊടുത്തത് എനിക്ക് അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് മരണത്തിന് ശേഷമാണോ? ആണ് അല്ലേ? ഞാനത് ആണ്. അതറിയാം. അത് ഉള്ള സമയത്ത് തന്നെയാണ്. അല്ല, ദുർഗാദത്ത കവിത എന്നുള്ള ആ ശീർഷകം കാണുമ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കാറ് കവിയുടെ പേര് അതൊന്ന്, കൂടാതെ ഈ ദ്വേധാനാരായണി എന്ന് പറഞ്ഞ പോലെ ദുർഗയാൽ ദത്തമായ കവിത എന്നുകൂടി വിചാരിക്കാറുണ്ട് എന്ന് പറയട്ടെ. പറഞ്ഞിട്ടല്ലേ? ഞാൻ മാത്രമല്ല. അതെ, ഓക്കെ, സന്തോഷം. അപ്പം അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകൾ അപ്പോൾ ആ നിലയ്ക്കൊക്കെ നോക്കുമ്പോൾ സ്വാർജിത നിർജ്ജരാർജുന യശോവൃദ്ധൻ എന്നുള്ള പേര് അദ്ദേഹത്തിനു കൂടി യോജിക്കുന്നതാണ്. സ്വാർജിതമായ നിർജ്ജരമായ കളങ്കമില്ലാത്ത നാശമില്ലാത്ത അർജുന യശസ്, വെളുത്ത യശസ്സിനാൽ വൃദ്ധനായിട്ടുള്ള ആളാണ്. അക്ഷശ്ലോക രംഗത്തെ സംബന്ധിച്ചിടത്തോളം KND എന്ന് തന്നെ പറയാം. ഏകദേശം ആ കാലത്ത്, എനിക്ക് പ്രായ വ്യത്യാസമൊന്നും കൃത്യമായിട്ട് അറിയില്ല, എങ്കിലും പ്രേംജി, രണ്ടുപേരും ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ രണ്ടുപേരും വ്യത്യസ്തമായ രാഷ്ട്രീയ ആദർശങ്ങളുള്ളവരായിരുന്നു. അങ്ങനെയാണെങ്കിലും അക്ഷരശ്ലോകം എന്നുള്ള കലയോടുള്ള ആ ഒരു സംഭാവന, അതിനോടുള്ള ഒരു ആഭിമുഖ്യം നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും സമാനമായിട്ടുള്ള സ്ഥാനമുണ്ട്. തൻ്റെ നാൽക്കാലികൾ എന്നുള്ള കവിത ശ്ലോകത്തിനു വേണ്ടി തന്നെ ചെയ്തില്ല ചെറ്റുവർണ്ണത്തിനു മധുരതരസ്വാദുസാരം ചുരത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പാലിക്കാൻ വയ്യ വിൽക്കുന്നതിനും അഭയ ഞാൻ അക്ഷരശ്ലോകമാം ശ്രീകോലിൻ മുന്നിൽ സഭക്തിയാദരമിത നടതള്ളട്ടെ കിട്ടട്ടെ മോക്ഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് നാൽക്കാലികളിൽ നിന്നുള്ള ആ ഒരു സമാഹാരത്തിന് അക്ഷരശ്ലോക പരിഷത്തിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം സമർപ്പിക്കുന്നത്. അദ്ദേഹം ആ ശ്ലോക സാഹിത്യത്തിന് ഈ പറഞ്ഞ രൂപത്തിനും ഘടനയ്ക്കും അതിൻ്റെ ഉള്ളടക്കത്തിനും നൽകിയിരിക്കുന്ന സംഭാവനകൾ ധാരാളം ശ്ലോകങ്ങളൊന്നും ഇല്ലെങ്കിലും കുറച്ച് ആ ശ്ലോകങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ്. ശബ്ദപരമായ സൗന്ദര്യം, രൂപപരമായ ഉള്ളടക്കം, അതുമാത്രമല്ല രൂപപരമായ ഗാംഭീര്യം, അതുമാത്രമല്ല ഉള്ളടക്കപരമായിട്ടുള്ള നവീനത. പുരാണ സന്ദർഭങ്ങളെ എടുത്തു പറയുമ്പോൾ തന്നെ അത് പുതിയ സന്ദർഭങ്ങളോട് പ്രതികരിക്കുന്ന വിധത്തിൽ അവയെ നവീകരിച്ചുകൊണ്ട് അതിനെ അന്വാഖ്യാനം ചെയ്യുന്ന ആ ഒരു രീതി, അതൊക്കെ പ്രേംജി കവിതകളിൽ ധാരാളമായിട്ട് കാണാം. അതുപോലെ തന്നെ വിഷയസ്വീകരണത്തിലും അദ്ദേഹത്തിന് ഇന്നത് വിഷയമായിട്ട് എടുക്കുക എന്നില്ല. ഇപ്പം മുൻപ് പറഞ്ഞ പോലെ അനുരാഗം അതൊക്കെ ഉണ്ട്, ധാരാളമായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സാമൂഹികമായിട്ടുള്ള ചലനങ്ങൾ, ചില പുരോഗമനപരമായിട്ടുള്ള ചലനങ്ങൾ, പ്രതിലോമപരമായിട്ടുള്ള ചലനങ്ങൾ, അതൊക്കെ കവിയിൽ എന്തൊക്കെ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നുവോ അത് മുഴുവൻ സാഹിത്യത്തിൽ ശ്ലോകരൂപത്തിൽ തന്നെ അദ്ദേഹം പ്രതിഫലിപ്പിച്ചിട്ടുമുണ്ട്. അങ്ങനെ ആ 20-ാം നൂറ്റാണ്ടിന് ശേഷം KNDയെ പോലെ പ്രേംജിയെ പോലെയുള്ളവർ ഈ രചനാശാഖയ്ക്ക് കരുത്ത് നൽകിക്കൊണ്ടിരുന്നു ശ്ലോക രംഗത്ത് ഈ പ്രദേശത്ത്. പിന്നെ വന്നവരിൽ ഞാൻ ഈ 4 വിഭാഗം പറഞ്ഞു എന്നുണ്ടെങ്കിലും ചിലരൊക്കെ ഒന്നിലധികം മേഖലകളിൽ സംഭാവന ചെയ്തിട്ടുള്ളവരാണ്. അത് ആവർത്തിച്ച് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഈ രചനകളിൽ സംഭാവന ചെയ്ത പലരും ഉണ്ട്. ഇപ്പോൾ ഇവിടെ കടലായിൽ പരമേശ്വരൻ മാഷയെ പറ്റി പറഞ്ഞു. വളരെ മനോഹരമായിട്ടുള്ള രചനകളും അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കവിത പോലെ ആ കവിതയല്ല ഞാൻ പറയുന്നത്, ശ്ലോകത്തിൽ ആ കവിത ഞാൻ വായിച്ചിട്ടില്ല. ശ്ലോകങ്ങളായിട്ട് തന്നെ ധാരാളം ഉണ്ട്. അത് കടലായിൽ പരമേശ്വരൻ മാഷ്,
അദ്ദേഹം രചനാപരമായിട്ട് അതുപോലെ സംഘടനാപരമായിട്ട് ഞാൻ പറയുമ്പോൾ വീണ്ടും പറയാം സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. പിന്നെയും തുടർന്നുള്ള കവികളിലും പുതിയ കവികൾ നമ്മുടെ 21-ാം നൂറ്റാണ്ടിലേക്ക് വന്നതിന് ശേഷമുള്ള കവികളിലും ശ്ലോകത്തിനോടുള്ള സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. ഒരാളുടെ പേര് പൂർവസൂരി എന്നുള്ള നിലയ്ക്ക് ഇവിടെ അനുസ്മരിക്കുന്നതിൽ വളരെ സങ്കടമുണ്ട് എനിക്ക്, എങ്കിലും പറയട്ടെ. US നാരായണൻ. US നാരായണൻ വളരെ ഖേദകരമായിട്ടുള്ള വേർപാടാണ്. പൂർവസൂരി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയുന്നതിൽ വളരെ സങ്കടമുണ്ട്. എനിക്ക് താഴെയുള്ള ആളാണ്. വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ, ധാരാളമായിട്ടൊന്നും. നാരായണൻ ദ്രാവിഡ വൃത്തത്തിൽ എഴുതിയിട്ടുണ്ട്, ശ്ലോകങ്ങളായിട്ടും എഴുതിയിട്ടുണ്ട്, കുറച്ച് എഴുതിയിട്ടുള്ളൂ. അധികവും പ്രകൃതി വർണ്ണനയായിട്ടും ചില ആത്മദുഃഖങ്ങളായിട്ടും ആശങ്കകളുമായിട്ടും ഒക്കെയാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ എഴുതിയ ശ്ലോകങ്ങളൊക്കെ ഈ പറഞ്ഞ രൂപപരമായ കരുത്തും നവീനതയും ഏത് സദസ്സിലും ധൈര്യമായിട്ട് ചൊല്ലാവുന്ന ആ ഒരു ഭാവ ഗാംഭീര്യവും ഒക്കെ ഉള്ളതാണ്. വെള്ളുനൂലിഴ പകുത്തു എന്ന് പറഞ്ഞ മഴയെ വർണ്ണിക്കുന്ന ഒരു കുസുമഞ്ചേരി. ധാരാളമുണ്ട് കവിതകൾ. കലാംഭോധിയിൽ അണ്ടുപോയിനൻ ഇതെന്താവോ ദിനാന്തം കഴിഞ്ഞിലേ വീണ്ടും ഉദിപ്പതില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ മരിച്ചപ്പോൾ എഴുതിയ ഒരു 7-8 ശ്ലോകങ്ങളുള്ള ഒരു കവിത. കുറച്ച് കവിതകളുണ്ട് നാരായണൻ്റേത്. ഏതായാലും പുതിയ കുട്ടികൾ പഠിച്ചു ചൊല്ലുന്നവയാണത്. അതുകൊണ്ട് തന്നെ നാരായണൻ്റെ ആ സംഭാവനകൾ നാരായണന് ശേഷവും നിലനിൽക്കുന്നു എന്ന് പ്രത്യക്ഷമായി തന്നെ കാണുന്നതാണ്. അപ്പോൾ ഈ പുതിയ പഴയ അതുപോലെ KPC അനുജൻ ഭട്ടതിരിപ്പാട് ആലാപനത്തിൽ പറയപ്പെടേണ്ട പേരാണ്. എങ്കിലും അദ്ദേഹം രചനകൾ അദ്ദേഹത്തിൻ്റെ ആ യൗവനകാലത്ത് പ്രത്യേകിച്ചും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട്. കുറേയൊക്കെ ഭക്തിപ്രധാനമാണ്. ഭക്തിപ്രധാനം അല്ലാതെ സാമൂഹിക വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ശ്ലോകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. KPC അനുജൻ ഭട്ടതിരിപ്പാട്. ഇങ്ങനെ കുറേ പേര് ഇപ്പം ഞാൻ പറഞ്ഞത് പ്രാചീന കാലത്ത്, അധികം പഴയതല്ലാത്ത ഭൂതകാലത്ത് വളരെ സമീപമായിട്ടുള്ള നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനമെന്ന് പറയാവുന്ന കാലത്ത് ഒക്കെ ഇവിടെ നിന്നുണ്ടായിരിക്കുന്ന രചനകളിലുള്ള സംഭാവനകളാണ്. ഇനി അടുത്ത ഇപ്പോഴും ഞാൻ പറഞ്ഞിരിക്കുന്നത് കുറച്ച് ഈ പറഞ്ഞ പോലെ പ്രതിനിധികളെന്ന് തന്നെയുള്ളൂ, എല്ലാ പേരുകളും പറഞ്ഞതായിട്ട് അഭിനയിക്കുന്നില്ല. ഇനി അടുത്ത വർഗീകരണത്തിൽ എൻ്റെ വർഗീകരണത്തിലെ അടുത്ത വിഭാഗത്തിലേക്ക്, അത് കളരികൾ. ശ്ലോകങ്ങളുടെ കളരി എന്ന് പറയുന്നത് ഒരു പഴയ ആശയമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇരിങ്ങാലക്കുട വിജയഭാരതിയാണ് എന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഒരു കളരി സമ്പ്രദായം ഉണ്ടാക്കിയത്. അതിന് ശേഷം ആവണം 1982 KPC നാരായണൻ ഭട്ടതിരിപ്പാട്, KPC മാഷ് കുണ്ടൂർ സ്മാരക സദസ്സ് എന്ന പേരിൽ ഒരു കളരി തുടങ്ങിയത്. അത് കളരി സമ്പ്രദായത്തിൽ അക്ഷരശ്ലോകം പഠിപ്പിക്കുന്നതിൽ വളരെ വിലപ്പെട്ട ഒരു സംഭാവന തന്നെയാണ് ഈ ഭാഗത്ത് ഈ പറഞ്ഞ സമുദായത്തിൽ നിന്നുണ്ടായത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അത് 82 തുടങ്ങിയ ആ സദസ്സ് രഘുവംശത്തിൽ പറയുന്നുണ്ട്, ഫലാനുമേയാ പ്രാരംഭങ്ങളെ വിലയിരുത്തേണ്ടത്, തുടക്കങ്ങളെ വിലയിരുത്തേണ്ടത് അവയുടെ ഫലങ്ങൾ കൊണ്ടാണ് എന്ന്. വളരെ കുറച്ച് കുട്ടികളുമായിട്ട് പെരുവനം എന്ന ഗ്രാമത്തിൽ തുടങ്ങിയ ആ സദസ്സ്, അത് വളരെ നിഷ്കർഷയോടുകൂടി സ്വാഗതം പറയുമ്പോൾ ഞാൻ തിരുത്താൻ ശ്രമിച്ചു. ഞാൻ ആ സദസ്സിലുള്ള കുട്ടിയോ അവിടെ പഠിച്ചിട്ടുള്ള ആളോ ഒന്നുമല്ല. എനിക്ക് വളരെ അടുത്തറിയാമെന്നേ ഉള്ളൂ ആ സദസ്സിനെ പറ്റി, പ്രവർത്തനങ്ങളെ പറ്റി. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിഷ്കർഷയോടുകൂടി തന്നെ ശ്ലോകം പഠിപ്പിച്ചിരുന്നു. KPC മാഷ് നമ്മൾ ഈ പറയുന്ന മറ്റു 3 വിഭാഗങ്ങളിലും പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്ലോകം എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. മാഷ് ശ്ലോകം ചൊല്ലിക്കേട്ടതായിട്ട് കുട്ടികളെ ചൊല്ലിപ്പിക്കാന്നല്ലാതെ മാഷ് അങ്ങനെ ശ്ലോകം ചൊല്ലിയതായിട്ട് അവരും പറഞ്ഞു കേട്ടിട്ടില്ല. അങ്ങനെ സദസ്സിലൊക്കെ ശ്ലോകം ചൊല്ലാറുണ്ടോയെന്ന് ചൊല്ലിയിട്ടുണ്ടാവും എന്നല്ലാതെ ആലാപനം അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന മേഖലയായിരുന്നില്ല. സംഘാടനം കുറച്ചൊക്കെ. അപ്പോൾ എന്നാലും പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ സംഭാവന ഈ കളരിയുടെ രൂപീകരണം തന്നെയാണ്. അത് ക്രമേണ വളർന്നു. അത് ഇപ്പോഴും ആ കാലാന്തരങ്ങളിൽ കൂടി മാഷുടെ കാലത്തിന് ശേഷവും
ഇപ്പോഴും അത് ധാരാളം കുട്ടികളായിട്ട് 150-160 കുട്ടികളായിട്ട് നേരിട്ടും അല്ലാതെയും ഓൺലൈനും ഒക്കെ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ആ കുണ്ടൂർ ശൈലി, ആ ശ്ലോകത്തിൻ്റെ ആലാപനത്തിൽ, ഉച്ചാരണത്തിൽ വേണ്ട നിഷ്ഠകൾ നിഷ്കർഷിച്ചുകൊണ്ടുള്ള ആ ശൈലി കുട്ടികളിൽ കൂടി അത് തുടർന്നു പോകുന്നുണ്ട്. അത് ശ്ലോക അനുശീലനത്തിൻ്റെ പാഠം KPC മാഷ് പകർന്നു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പുറകെ വന്നവരും പിന്നെ വന്നവരും അതൊക്കെ അത് അനുശീലിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ആ പഠനക്രമം കൂടി പ്രത്യേകിച്ചും ഉച്ചാരണത്തെയൊക്കെ ഈ പറഞ്ഞ പോലെ തെളിമയുള്ളതാക്കുവാൻ, അനായാസമായി തെളിമയുള്ളതാക്കുവാൻ, വളരെ സ്വാഭാവികമായിട്ട് നൈസർഗികമായിട്ട് തെളിമയുള്ള അക്ഷരങ്ങൾ വരാൻ കൊച്ചുകുട്ടികൾക്ക് പോലും, താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും കഴിയുന്ന വിധത്തിൽ അത് വളരുന്നുണ്ട് എന്നതിൻ്റെ നിദർശനമാണ് ആ കുട്ടികൾക്ക് ഇന്ന് പൊതുവേദികളിലും മത്സരങ്ങളിലും സ്കൂൾ തലത്തിൽ മാത്രമല്ല മറ്റ് കേരളത്തിലെ പുകൾപ്പെട്ട മത്സരങ്ങളിലുമൊക്കെ ധാരാളമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന സമ്മാനങ്ങൾ എന്ന് കൂടി പറയട്ടെ. അപ്പോൾ ആ KPC മാഷുടെ ആ ഒരു സംഭാവന കളരി എന്നുള്ള നിലയ്ക്ക് വളരെ പ്രധാനമായിട്ടുള്ളതാണ്. അതുകൂടാതെയും ഇവിടെ പറഞ്ഞു, റവങ്കര അദ്ദേഹത്തിൻ്റെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഔപചാരികമായിട്ടും അനൗപചാരികമായിട്ടും പരിശീലിപ്പിക്കുക, ശ്ലോകം പരിശീലിപ്പിച്ച് വേണം വളരാൻ, കല വളരാനെന്നുള്ള പുതിയ കാലത്ത്, പഴയ കാലത്ത് അങ്ങനെയായിരുന്നില്ല എങ്കിലും അതിൻ്റെ ആ കലയുടെ രൂപത്തിൽ ഉണ്ണിമാഷെ പോലെയുള്ളവരൊക്കെ ഈ രംഗത്ത് കൊണ്ടുവന്ന ഒരു കലാപരമായിട്ടുള്ള പരിഷ്കരണങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ആ ആവിഷ്കാരത്തെ കൂടുതൽ ശുദ്ധിയും തെളിമയും ഉള്ളതാക്കാൻ വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ളവരാണ് KPC മാഷെ പോലെ പരിശീലന രംഗത്ത് പ്രവർത്തിച്ചവർ, കളരികളുടെ ആവിർഭാവത്തിലും വളർച്ചയിലുമൊക്കെ പ്രവർത്തിച്ചവർ. ഇനി സംഘാടനം എന്ന് പറയുമ്പോൾ പറയും, പ്രത്യേകിച്ചും തൃശ്ശൂരിൻ്റെ അന്തരീക്ഷത്തിൽ പറയേണ്ട പേര് ഇപ്പോൾ ശശിയേട്ടനൊക്കെ സാരഥ്യം നൽകുന്ന അക്ഷരശ്ലോക പരിഷത്ത് തന്നെയാണ്. അതിൻ്റെ പൂർവ്വസൂരികളിൽ തന്നെ ഈ പറഞ്ഞ അറിവ് ശരിയാണെങ്കിൽ KPC മാഷ്, KPC അനുജൻ ഭട്ടേരിപ്പാട് ഒക്കെ സജീവമായിട്ട് ആ സംഘടനയുടെ വ്യവസ്ഥ വിവിധ തലങ്ങളിലുണ്ടായിരുന്നു പൂർവ്വകാലത്ത്. അതുപോലെ തന്നെ കള്ളായിൽ പരമേശ്വരൻ മാഷ് അതിൻ്റെ പ്രവർത്തകനായിരുന്നു എന്ന് മാത്രമല്ല, എടുത്തു പറയേണ്ട ഒരു റോള് കവനകൗതുകം എന്നുള്ള മാസികയുടേതാണ്. കവനകൗതുകം എന്ന് പറയുന്ന മാസിക അങ്ങനെ ശരിക്കും ആലോചിച്ചാൽ മനസ്സിലാവും. അങ്ങനെ ഒരു മാസിക നടത്തിക്കൊണ്ടുപോവുക എന്ന് പറഞ്ഞത് വിഷമമാണ് പുതിയ കാലത്ത്. വാസ്തവത്തിൽ കവന കൗതുകത്തിൻ്റെ കൗമുദി എന്നാണോ പേരെന്ന് എനിക്കറിയില്ല, പഴയ ബൗണ്ട് വോള്യൂംസ് കണ്ടിട്ടുണ്ട്. 50കളിലും 60കളിലാണെന്ന് തോന്നുന്നു പഴയ പുസ്തകങ്ങൾ ഒരിടത്ത് കണ്ടിട്ടുണ്ട്. അത് മറിച്ച് നോക്കുമ്പോൾ കാതലുള്ള പുതുമയുള്ള കരുത്തുള്ള പല ശ്ലോകങ്ങളും കാണാം. പക്ഷേ വീണ്ടും ദുർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ സമീപകാലത്ത് കവനകൗതുകത്തിൻ്റെ അനുഭവം അങ്ങനെയല്ല. അതിൻ്റെ ഒരു കാരണം ശ്ലോകരംഗത്ത് രചനയിലുള്ള നിഷ്ഠ കുറഞ്ഞു എന്നുള്ളതാണ്. ആ നിഷ്ഠ കുറയുന്ന അതും സ്വാഭാവികമാണ്, അതിനാരെയും കുറ്റപ്പെടുത്താനുമില്ല. കാരണം ഛന്ദോബദ്ധമായ കവിത ആസ്വദിക്കുന്നവരും മനസ്സിലാക്കുന്നവരും ഉൾക്കൊള്ളുന്നവരും ഒക്കെ കാലാനുസാരിയായിട്ട് കുറഞ്ഞു എന്നുള്ളത്, അതിൽ ദോഷം വരികയല്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ കുറച്ചെങ്കിലും ശ്ലോകങ്ങൾ, കാമ്പുള്ള കരുത്തുള്ള ശ്ലോകങ്ങൾ, ഒരു 40 വേദികളൊക്കെ ഉണ്ടാവാറ് തോന്നുന്നു, അത് നിറയ്ക്കാവുന്ന വിധത്തിൽ ഓരോ മാസവും തെറ്റില്ലാതെ, വൃത്തപരമായ തെറ്റില്ലാതെ, ശബ്ദപരമായ ഇതൊന്നും മറ്റ് കവിതാ ശാഖകൾക്ക് അത്ര പ്രധാനമല്ല. പക്ഷെ ശ്ലോകത്തിന് അത് നിർബന്ധമാണ്. പദദോഷം ഉണ്ടായിരിക്കരുത്, ശബ്ദദോഷം ഉണ്ടായിരിക്കരുത്, വൃത്തഭംഗം ഒട്ടും ഉണ്ടായിരിക്കരുത് എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ ദീക്ഷിച്ചുകൊണ്ട് ഒരു മാസിക കുറേ കാലമായിട്ട് ഇറക്കുക എന്നുള്ളത് അത് ഒരു എളുപ്പമായിട്ടുള്ള പണിയല്ല എന്ന് എനിക്കറിയാം. ഇപ്പോഴത്തെ സാരഥികളത് തീർച്ചയായിട്ടും അതിനോട് സമ്മതിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നടത്തിക്കൊണ്ടിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അതിൽ പലരും എഴുതിയിരുന്നു. ഇപ്പോൾ US നാരായണനെ പോലെ ഇന്ന് നമ്മൾ അറിയുന്ന കവികൾ പലരും അന്ന് പഴയകാലം എന്ന് പറഞ്ഞാൽ അത്ര പഴയ കാലമല്ല, നമ്മൾ തന്നെ കാണുന്ന പഴയ വർത്തമാനകാലം എന്ന് പറയട്ടെ, അതിൽ എഴുതിയിട്ടുണ്ട്. തിപ്പറ്റാരുവിയെ പോലെ, US നാരായണനെ പോലെ, അരിയാംബികയെ പോലെ പലരുടെയും ശ്ലോകങ്ങൾക്ക് ഒരുപക്ഷെ ആദ്യ വേദികളായത് കവനകൗതുകം പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളാണ്. അത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കാലത്തിനൊക്കെ മുമ്പായിരിക്കും തോന്നും. കാരണം
കള്ളായൂർ മാഷ്. അപ്പോൾ അങ്ങനെ അത് ഒരു സാഹിത്യ മാസികയുടെ ഒരു പ്രധാന ഗുണം തന്നെയാണ്. അതായത് വള്ളത്തോളിൻ്റെ ബന്ധനസ്ഥനായ നിരുദ്ധനും കാക്ക തുടങ്ങിയ കവിതകളൊക്കെ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച പ്രതി ഇതുപോലെ പിന്നെ കൗമുദി എന്നായിരുന്നു തോന്നുന്നു. 1925-26 പ്രതികൾ കയ്യിലുണ്ട്. അത് കാണുമ്പോൾ തോന്നാറുണ്ട് ആ മാസികയുടെ പ്രാധാന്യമാണത്. 100 കൊല്ലം കഴിഞ്ഞിട്ടും നമ്മളിപ്പോഴും വളരെ ഉത്സാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി അനിരുദ്ധം വായിക്കുകയും ഓർമ്മിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നു. ആ കവിതകൾ ആദ്യമായിട്ട് വന്ന ഒരു ആനുകാലികമാണത്. അത് ഓർക്കണം. ഇന്ന് ഞാൻ അതൊരു മത്സരമായിട്ട് പറയല്ല. ഇന്ന് വരുന്ന ബഹുമാന്യമായിട്ടുള്ള ഒരു ആനുകാലികത്തിലത്തെ ഒരു കവിത 100 കൊല്ലം കഴിഞ്ഞ് എത്ര പേര് ഓർമ്മിക്കുന്നുണ്ടാവും, പഠിക്കുന്നുണ്ടാവും, അറിയില്ല. ഇല്ല, ഞാൻ നിഷേധിക്കുകയല്ല, അറിയില്ല. പക്ഷെ അപ്പം അത് ആ കവിത കാലത്തിനെ അതിജീവിച്ചു. ആ അതിജീവനത്തിന് ആദ്യ രംഗം ഒരുക്കിയത് ഇങ്ങനെയുള്ള ഒരു മാസികയാണ് എന്നുള്ളത് ഈ മാസികകളുടെ പ്രാധാന്യം കാണിക്കുന്നു. അതാണ് ഞാൻ കവനകൗതുകത്തെ പറ്റി എടുത്തു പറഞ്ഞത്. ഇനി ആലാപനത്തിലേക്ക് വരുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് കട്ലായിൽ പരമേശ്വരൻ മാഷെ പറ്റിയാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. വളരെ മനോഹരമായിട്ടുള്ള ആലാപനമാണ്, പലതവണ കേൾക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. KPC അനുജൻ ഭട്ടേരിപ്പാടിൻ്റെ ശൈലി, അതൊരു KPC ശൈലി എന്നുള്ള പേരിൽ, KPC അനുജൻ ശൈലി എന്നുള്ള പേരിൽ ഇനി അതുപോലെ ചെല്ലാൻ ആരുമില്ല, ഇപ്പോഴും ഇല്ല എന്നൊക്കെ അറിയുന്നവർ പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും മനോഹരമായിട്ട് ആ കവിത അതിൻ്റെ ഭാവത്തോടു കൂടി, ശ്ലോകത്തെ അതിൻ്റെ ഭാവത്തോടു കൂടി, അതേ തീക്ഷ്ണതയോടുകൂടി, അതേ പ്രസന്നതയോടുകൂടി കേൾക്കുന്നവരിലേക്ക് പതിപ്പിക്കുന്ന ഒരു ആലാപന ശൈലി അത് അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട്. അതുപോലെ പറഞ്ഞു നാരായണൻ്റെ ശൈലി. ഞാൻ നാരായണൻ ഉള്ള ഒരു വേദിയിൽ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നാരായണൻ ശ്ലോകം ചൊല്ലുന്ന കേട്ടാൽ ഊർജം അത് കേൾക്കുന്നവർക്ക് കൂടി ഉണ്ടാവും. നാരായണൻ ആ ശ്ലോകം ചൊല്ലുന്നതിലുള്ള ആ ഒരു ഭംഗി കൊണ്ടുണ്ടാകുന്ന ഊർജം, ആ ഊർജം പ്രസരിപ്പിക്കുന്ന ഒരു ചൊല്ലലാണ് നാരായണൻ്റേത്. അത് ഇതുപോലെ ഭംഗിയായിട്ട് തന്നെ എന്താ US നാരായണൻ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണ്. അച്ഛൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് മുഴുവൻ പഠിച്ചിരിക്കുന്നത്. ഇപ്പോൾ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനെയും കൂടി അനുസ്മരിക്കണം ഇങ്ങനെ ഒരു സംഭാവനകളെ പറ്റി പറയുമ്പോൾ. നാരായണൻ അതുപോലെ ഈ ആലാപനത്തിൻ്റെ കാര്യത്തിൽ അത്യാകർഷകമായ ഒരു ശൈലിക്കുടമയായിരുന്നു. പിന്നെ ആലക്കാട്ടൂർ നാരായണൻ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ ആലാപനം അയത്നമാണ്, ലളിതമാണ്. പഠിച്ച് അങ്ങനെ മനസ്സുറപ്പിച്ച് ചൊല്ലുകയൊന്നും കേൾക്കുന്നവർക്ക് തോന്നില്ല. പക്ഷെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം ശ്ലോകങ്ങളെ അത്ര 100% ഉറപ്പായതിന് ശേഷം ചൊല്ലുകയുള്ളൂ. അത് കാരണം ഒരിക്കലും തെറ്റില്ല എന്നുള്ളത്. ഇവിടെ സ്വാഗതത്തിൽ ലളിതമായ കല എന്ന് പറഞ്ഞു കേട്ടപ്പോൾ തോന്നിയത്, കുട്ടികളോട് ചോദിച്ചു നോക്കൂ, പഠിക്കുന്ന കുട്ടികളോട്. ഞാൻ കുറച്ച് കാണാറുണ്ട് എന്നുള്ളത് കൊണ്ട് കുട്ടികൾ ആ ലാളിത്യം സ്വീകരിക്കുന്നു തോന്നില്ല. ലളിതമാണ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കുന്നു തോന്നണില്ല. ചൊല്ലി കേൾക്കുമ്പോൾ അവതരണം നമുക്ക് ലളിതമായിട്ട് നമ്മൾക്ക് അനുഭവപ്പെടും. പക്ഷെ കുട്ടികൾക്ക് ഇത്രയധികം ശ്ലോകങ്ങൾ, ഇത്തരം വൃത്തങ്ങളിൽ, ഇടവൃത്തങ്ങൾ, മധ്യവൃത്തങ്ങൾ, മേലുള്ള വൃത്തങ്ങൾ, അപൂർവ വൃത്തങ്ങൾ, ഇതുവരെ കേൾക്കാത്ത വൃത്തങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ധാരാളമായിട്ട് പഠിക്കണം. അതിൽ തന്നെ അഷ്ടപ്രാസമുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല ഇതുകളായിട്ട് പഠിക്കേണ്ടി വരുന്നു. അപ്പോൾ ഈ മനനം ചെയ്ത് അത് ഉറപ്പിക്കാനുള്ള പ്രവൃത്തി കുറയുണ്ട്. അത് ലളിതമല്ല. വാസ്തവത്തിൽ ലളിത എന്നുള്ള ആ വാക്കെടുത്ത് പറയുകയാണെങ്കിൽ നരകാസുരത്തിൽ അക്രതുണ്ടി ആണ് ലളിതയായിട്ട് വരുന്നത്. അരങ്ങത്ത് കാണുമ്പോൾ അക്രതുണ്ടിയുടെ രംഗം കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ലളിതയാണ്. പക്ഷെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന സമയത്ത് ഏകദേശം ഒരു നക്രതുണ്ടിയുടെ രൂപം തന്നെയായിരിക്കും ശ്ലോകത്തിനെന്ന് തോന്നാറുണ്ട്. കുട്ടികളാരും ഇത് പറഞ്ഞിട്ടല്ല. പക്ഷെ ഞാൻ പറയുന്നത് ആ മനനം പഠിക്കാനും വേണ്ട ആ ഒരു എഫേർട്ട്. അപ്പോൾ ഇത്രയും ഓരോ ശ്ലോകവും തനിക്ക് അത്രമേൽ സ്വാധീനമായി സ്വാംശീകരിച്ചതിന് ശേഷമേ ആലക്കാട്ടൂർ ചൊല്ലാറുള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഒരിക്കൽ നേരിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടോ, ഞാൻ എപ്പോഴും ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് നടക്കുക, വെള്ളത്തിൽ നനയ്ക്കുന്ന സമയം, അങ്ങനെ എല്ലാ പ്രവൃത്തികളിലും ശ്ലോകം ഉണ്ടാവും. ഒരിക്കൽ ഒന്ന് സംസാരിക്കാൻ അവസരം കിട്ടും. സിദ്ധി വന്ന അതാണ് അതിന്റെ വാക്ക്. സിദ്ധി വന്ന എന്നതാണ് അതിന്റെ വാക്ക്. ആ വാക്ക് എനിക്ക് സിദ്ധി വന്നിട്ടില്ല, അതുകൊണ്ട് ഉപയോഗിച്ചില്ല. തന്നെയാണ് വേണ്ടത്.
അപ്പോൾ അത് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു എന്നോട്, എനിക്കിങ്ങനെ ശ്ലോകത്തിലൊക്കെ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ, പുറത്താണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ അറിഞ്ഞപ്പോൾ പറഞ്ഞു, ശ്ലോകമാണെന്ന് വെച്ചാൽ എവിടെ ജോലി ചെയ്താലും കുഴപ്പമില്ല, നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് ശരിയാണ്, അനുഭവത്തിലുമുണ്ട്. അപ്പോൾ അത്രയും ശ്ലോകത്തിനെ തന്നിൽ ആവാഹിച്ച് സ്വാംശീകരിച്ച് ഒപ്പം കൊണ്ട് നടന്ന് അതിനെ ഒരു കലയാക്കി അതിനെ നമ്മുടെ സമൂഹത്തിനും പുതിയ സമൂഹത്തിന് പ്രചോദനമാകുന്ന വിധത്തിൽ, പുതിയ തലമുറയ്ക്കൊക്കെ അല്ലെങ്കിൽ അടൂരിനെ പോലെ ചൊല്ലുക എന്നുള്ളതൊക്കെ ഒരു ലക്ഷ്യമോ അല്ലെങ്കിൽ ഒരു മാർഗമോ ഒക്കെ ആകുന്ന വിധത്തിൽ അതിനെ എന്താ പറയുക, അതിനെ വ്യാപരിപ്പിക്കാൻ കഴിഞ്ഞ അദ്ദേഹം മറ്റ് സംഘാടനമോ രചനയോ ഒന്നും ഉണ്ടായിരുന്നതായിട്ട് എനിക്കറിയില്ല. പക്ഷെ ആലാപനം, ശുദ്ധമായിട്ടുള്ള ആലാപനം, അതുപോലെ പിന്നെ ഞാൻ കേട്ടിട്ടില്ലാത്തവരുണ്ട് പലരും. തെക്കേടം നീലകണ്ഠൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ആലാപനമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേൾക്കാൻ ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. അതെ, അത് ആലാപന ഗുണത്തിന്റെ ഒരു ധർമ്മം ഇന്നത്തെ കാലത്ത് എന്താണെന്ന് വെച്ചാൽ, അക്ഷരവും കേൾക്കാൻ സുഖമുള്ളതാണ്, നമുക്കും വേണമെന്നുള്ള ഒരു ചോദന കുട്ടികൾക്ക് കൂടി ഉണ്ടാക്കാൻ കഴിയും. അതിന് എനിക്ക് പ്രത്യക്ഷമായിട്ട് അനുഭവമുണ്ട്. US നാരായണന്റെ ശ്ലോകം ചെല്ലുന്ന കേട്ടിട്ട് ശ്ലോകം പഠിക്കണം എന്ന് താല്പര്യം തോന്നിയ കുട്ടികളെ പറ്റിയിട്ട്. അപ്പോൾ അതൊരു പ്രധാന ധർമ്മം തന്നെയാണ്. അപ്പം കേൾക്കുന്ന രസം മാത്രമല്ല, അത് ഇനിയൊരു പ്രത്യേകിച്ചും ഇതുപോലെയുള്ള ഒരു കല ഇനിയൊരു തലമുറയ്ക്ക് വേണമെന്ന് തോന്നാനുള്ള ഒരു ഇൻസ്പിറേഷൻ കൊടുക്കൽ കൂടി അതിൻ്റെ ഒരു ധർമ്മം തന്നെയാണ്, പ്രധാനപ്പെട്ട ധർമ്മം തന്നെയാണ്. അതുപോലെ VSN വെള്ളിയാട്ടുമന അല്ലേ, അദ്ദേഹമൊക്കെ ആലാപനത്തിൽ വളരെ ആകർഷകമായിരുന്ന ശൈലി പുലർത്തിയിരുന്ന ആളാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വിവിധ തലങ്ങളിൽ, ഇപ്പം ഞാൻ പറഞ്ഞത് മുൻപ് പറഞ്ഞ പോലെ തന്നെ കുറച്ച് പേരുകൾ ഓരോ വിഭാഗത്തിലായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കലയോ വിദ്യയോ ഒക്കെ ആണെങ്കിലും സ്വതേ 4 വിഭാഗത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞ ഈ 4 ഭാഗം എന്നുള്ള നിലയ്ക്കല്ല, അധീതിബോധം, ആചരണം, പ്രചാരണം. അധീതിബോധ, ആചരണ, പ്രചാരണങ്ങളാണ് ഒരു വിദ്യയ്ക്ക് ഉണ്ടാകേണ്ട 4 സ്റ്റേജുകൾ എന്ന് പറഞ്ഞിട്ട് പണ്ട് തന്നെ. അധീതി മനസ്സ് പഠിക്കൽ, ബോധം ഉൾക്കൊള്ളൽ, ആചരണം അത് പ്രവൃത്തിയിൽ വരുത്തുക, കലയാണെങ്കിൽ അരങ്ങത്ത് പ്രവർത്തിക്കൽ, പ്രചാരണം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കൽ, സമൂഹത്തിന് ഒരു ഭേദവുമില്ലാതെ പകർന്നു കൊടുക്കൽ, ഇന്ന് കളരികളിൽ ചെയ്യുന്നത് പോലെ. അപ്പോൾ ആ അധീതിബോധ, ആചരണ, പ്രചാരണങ്ങളിലൊക്കെ തന്നെ ഒരു സർവവ്യാപിയായിട്ടുള്ള സംഭാവനകൾ ചെയ്തിട്ടുണ്ട് ഈ തൃശ്ശൂർ ജില്ല എന്ന് നമ്മൾ ഇന്ന് വ്യവഹരിക്കുന്ന ഈ ഭൂപ്രദേശത്തുള്ള നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട പല പൂർവ്വസൂരികളും എന്നുള്ളത് അവരോടുള്ള ഒരു പ്രണാമത്തോടു കൂടി തന്നെ അനുസ്മരിക്കുന്നു. ഇത് എനിക്ക് പറ്റിയ പോലെ, എനിക്കറിയുന്നത് പോലെ വീണ്ടും എൻ്റെ ദേശകാലപരമായിട്ടുള്ള പരിമിതികൾക്കുള്ളിൽ നിന്ന് ഇവരെ ഓർമ്മിക്കാനും എന്തെങ്കിലും പറയാനും അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി.